നിങ്ങൾക്ക് അലൗ ചെയ്ത് തന്നിരിക്കുന്ന പെർമിഷൻസ് ത്രൂ ഫാമിലി ലൈഫ്, അതെല്ലാം അതിൻ്റെ വെളിയിലേക്ക് പോയാൽ ഞാൻ അതിനെ ഡൈവേർഷൻ എന്ന് പറയും, ചിലർ പെർവേർഷനാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ലീഡ് ദ റൈറ്റ് പാത്ത്, റൈറ്റ് ലൈഫ് ദാറ്റ് വിൽ ലീഡ് യു ടു സാൽവേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ റോളാണ് ലഭിച്ചിരിക്കുന്നത്. അത് ദൈവത്തോട് ചേർന്ന് നിങ്ങൾ നിർവഹിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. രണ്ടുപേരും പൂനെയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ ഉള്ളവരായതുകൊണ്ട് യു തിങ്ക് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ വെൽ. ഞങ്ങൾ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് മുതൽ ശരിക്കും അറിയാൻ പോകുന്നത്, ഫ്രം ടുഡേ ഓൺവേർഡ്സ് യു ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യുവർ പാർട്ട്ണർ ഈസ്. അവിടെ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വാക്ക് ഞാൻ പറയുന്നു, യു നീഡ് സാക്രിഫൈസസ്. People always use the word adjustment. You have to adjust, you have to adjust. Personally, I don't agree with that, because when you adjust, it is not coming from your heart. അതൊരു ഔട്ട്സൈഡ് പ്രഷർ കൊണ്ടും സിറ്റുവേഷൻസ് കൊണ്ടും നമ്മൾ ചെയ്യുന്നതാണ്. ബട്ട് ഇൻസൈഡ് യു വോണ്ട് എൻജോയ്. പക്ഷെ സാക്രിഫൈസ് ദാറ്റ് കംസ് ഫ്രം വിത്തിൻ, വേറൊരു ഫോഴ്സ് കൊണ്ട്. സോ ഐ അഡ്വൈസ് യു, അത് ആ ലവാണ് നമ്മുടെ ഫാമിലി ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ദാറ്റ് സാക്രിഫിഷ്യൽ ലവ്. നിങ്ങളുടെ ഫാമിലി സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ചില സ്പെഷ്യാലിറ്റീസ്, നിങ്ങളുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, നിങ്ങളുടെ ചില ഫിലോസഫി ഓഫ് ലൈഫ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ്, അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. Then only you can find out the common ground. Otherwise, it will be very difficult for you. ഞാനിങ്ങനെയാണ് പഠിച്ചത്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് അവരുടെ ലൈഫായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു ലുക്ക് ബാക്ക്. ഓഫ് കോഴ്സ് യു ഹാവ് ടു ലേൺ ഫ്രം ദ പേരൻസ് ലൈഫ്, ഗ്രാൻഡ് പേരൻസ് ലൈഫ്, ബട്ട് അറ്റ് ദ സെയിം ടൈം മേക്ക് ഷുവർ ദാറ്റ് you have your own way of life to create, to strengthen your family life. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഒന്നാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞതാണ് ഒരു സാക്രിഫിഷ്യൽ ലവ്. പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ്, അതിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുക. പിന്നെ കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട് ലൈഫ് പാർട്ണറെ ചേഞ്ച് ചെയ്യാനായിട്ട്. Sometimes other that will end up in quarrel and fights. നമ്മൾ മാറുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. I don't think God can change people. God can make us as His instrument of change, but only persons can change. അവരെ ഡിസൈഡ് ചെയ്യും, അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു സാക്രിഫിഷ്യൽ ലവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മൂന്നാമത്തെ 3 വാക്യം ഞാൻ പെട്ടെന്ന് പറയാം. ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്, ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്. ഇതിനകത്ത് ഒരു കമ്മ്യൂണിയൻ ഉണ്ടാകണം, ഇതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. 3 വാക്കുകൾ: കമ്മിറ്റ്മെന്റ്, കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് 3 നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ടെമ്പററി, ഇറ്റ് ഈസ് ലൈഫ് ലോങ്. അതുകൊണ്ട് അത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്ര ഈസിയാണ്. പക്ഷെ അതിന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് നിങ്ങൾ ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇന്നിവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ പരിശുദ്ധ ക്രോണോസിന്റെയും വിശുദ്ധ സ്ലീവായുടെയും ഒക്കെ മുമ്പാകെ നിൽക്കുകയാണ്, സഭയുടെ മുമ്പാകെയാണ്. അപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ദൈവത്തോടുണ്ട്. നിങ്ങളൊരു ദൈവത്തോടുള്ള ഒരു കവനന്റ് റിലേഷൻഷിപ്പിൽ പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് നിന്നോടൊക്കെ ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതൊരു കവനന്റാണ്. അത് തീർച്ചയായിട്ടും